അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? അതുപോലെ തന്നെ എനക്കും സുഖമാണ്. ഇന്ന് നല്ലൊരു ക്യാരറ്റിൻ്റെ ജ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കീന്ന് നോമ്പല്ലേ, ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഇതാ ക്യാരറ്റ് നന്നായി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ചെറുതായി നുറുക്കി കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ജ്യൂസ് മെഷീനിലേക്ക് ഇടുന്നുണ്ട്. ചെറുതായിട്ട് മുറിച്ചതാണ്. ക്യാരറ്റ് ഇട്ട് ഇനി നമുക്ക് കുറച്ച് അടിക്കാം. അടിച്ചതിന് ശേഷം നമുക്ക് കട്ടപ്പാലിടാം. ഇതിനൊക്കെ ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല, പഞ്ചസാര ഇടുന്നുണ്ട്. അതിൻ്റെ ശേഷം വേണം നമുക്കിനി കട്ടപ്പാലിടാൻ വേണ്ടിയിട്ട്. കട്ടപ്പാൽ നന്നായി ഞാൻ പാക്കറ്റ് പൊട്ടിച്ച് മുറിച്ച് വെച്ച് കുറച്ച് കുറച്ചിട്ടായിട്ട് എടുക്കാം. ക്യാരറ്റിൻ്റെ ജ്യൂസ് നല്ല രസമാണ് കുടിക്കാൻ. ജ്യൂസായോ നോക്കാം. കട്ടപ്പാൽ കുറച്ചേ ഇട്ടിട്ടും എന്താ ഇത് കുറച്ച് അധികം ആയിട്ടാകുമ്പോൾ പിന്നെ അടിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ഇത് പാട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ട് കട്ടപ്പാലിടാം. ചൂടല്ല, ചൂടിന് എത്ര വെള്ളം കുടിച്ചാലും കഴിയൂല നോമ്പ് കുടിച്ച് കഴിഞ്ഞാൽ. നമ്മൾ റെഡിയായി. പിന്നെ നമുക്ക് ഒഴിച്ചു വെക്കാം. ജ്യൂസ് നമ്മൾ റെഡിയായി. ഇതിലേക്ക് ഒഴിച്ചു വെക്കുന്നുണ്ട്. കുറച്ചധികം ഉണ്ട്, മാറ്റി വെക്കാം നമുക്ക്. ഇതിലേക്ക് ഞാൻ കസകസ് ഇടുന്നുണ്ട്. ഒരു 3 സ്പൂണ് കസകസ് ഇടുന്നുണ്ട്. ഇത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. നമുക്ക് ആവശ്യത്തിന് നല്ല തണുപ്പ് കിട്ടും. വയറ്റിന് നോമ്പെല്ലാം മുറിച്ചിട്ട് കുടിക്കുമ്പോൾ നല്ല തണുപ്പ് കിട്ടും. അപ്പം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. നോമ്പ് മുറിക്കുന്ന സമയത്ത് എടുക്കാതെ നമ്മൾ ജ്യൂസ് റെഡിയായി. കഴിഞ്ഞാൽ നമുക്ക് തെരടക്ക് മൈദ മാവ് കുഴക്കണം. പിന്നെ നമുക്ക് തെരടക്കിൽ മൈദ കുഴക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു മുട്ട ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ നമുക്ക് കുറച്ച് തെരട വേണ്ടു. അതിന് കണക്കായിട്ട് ഞാനൊരു കുറച്ച് മൈദ എടുത്തിട്ട് മുട്ട പോർന്ന് ഇനി മൈദ ഇടുന്നു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇങ്ങനെയാകുമ്പോൾ നല്ല രസം കിട്ടും. എന്ത് ദോശമാവ് ചുടുമ്പോൾ തിരടക്ക്. ഇപ്പൊ നോമ്പിന് പ്രത്യേകിച്ച് എല്ലാവരും ഉണ്ടാക്കുന്ന സാധനമാണ് ഇത്. എണ്ണയോ ഒന്നും വേണ്ടല്ലോ. നമുക്ക് എപ്പോഴും എണ്ണയോടെ തന്നെ അപ്പം തിന്നുമ്പോൾ ഒരു രസമില്ല. മാറി മാറിയിട്ട് തന്നെ വേണ്ടേ. തേങ്ങയുടെ ചൂടാൻ വേണ്ടിയിട്ട് ഇതാ തേങ്ങ നന്നായി ചിരകിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പഞ്ചസാര ഇടുന്നു. ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട്. നല്ല മിക്സത്തിൽ അരച്ചെടുത്ത്, മൈദ ഏതായാലും മൈദ അരിഞ്ഞിട്ട് തന്നെ ഇല്ല, എന്നാലും നമുക്ക് ഇങ്ങനെ അരക്കുമ്പോൾ നല്ല ഈല് അരച്ചിട്ടെടുക്കാം. ഇതാ നല്ല ഈല്, ഇതാ കട്ടയോ ഒന്നുമില്ല, നല്ല ഈല് ഇങ്ങനെ തന്നെ ആയിരിക്കണം. മോനിതാ തേങ്ങയും പഞ്ചസാരയും നമുക്ക് ശരിക്കും നല്ല ഈല് ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് പണ്ടാക്കിയിട്ട് പിന്നെ തിരട മടക്കുമ്പോൾ ഞാൻ കാട്ടിക്കാം. എൻ്റെ മോൻ പറഞ്ഞു തന്നത് വെള്ളത്തിൻ്റെ തേങ്ങ പണ്ടോലും ഒരു വേണ്ട, അതുകൊണ്ട് വേറെ ഇത് ആക്കുന്നു. 2-3 എണ്ണം തേങ്ങ വെള്ളത്തിൻ്റെത് ഉണ്ടാക്കി ബാക്കിയെല്ലാം തേങ്ങൻ്റെതാക്കുന്നു. നമുക്ക് തിരട ചൂടാൻ വേണ്ടിയിട്ട് ചെയ്യാം. ഇതാ കുറച്ചേ എടുക്കണ്ടു കേട്ടോ. അതാ ഒരു തുള്ളിയേ എടുത്തോളൂ.
എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് നിരത്തി കൊടുക്കണം. ഒന്നും പണിയില്ല, എളുപ്പ കാര്യമാണ്. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം. നോമ്പിൻ്റെ സമയത്ത് നമുക്ക് എപ്പോഴും മധുരവും ഇറച്ചിയും ചിക്കനും അപ്പനെല്ലാം തിന്നുന്നു. ഒരിക്കൽ നമുക്ക് ഇതാക്കിയിട്ട് നമുക്ക് നോക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് അങ്ങനെ നമുക്ക് ചട്ടോനൊന്നും വേണ്ട. നമ്മളെ കയ്യോടെ തന്നെ ഇതാ ഇങ്ങനെ കയ്യോടെ തന്നെ നമുക്ക് എടുക്കാം. കുറച്ച് തേങ്ങ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മടക്കിയെടുക്കാം. എന്നാ വെച്ചിട്ട് കാട്ടിക്കാം. എല്ലാവരും ഇത് ഇനി ചുട്ടതിന് ശേഷം ഞാൻ കാട്ടിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ നോമ്പ് കുറിക്കുന്ന എല്ലാവരും നോമ്പ് കുറിച്ചെന്ന് വിചാരിക്കുന്നു. കിട്ടിയ ഇഷ്ടം കൂട്ടിയിട്ട് വെള്ളം കുടിക്കും. നല്ല തിരട വീട്ടിലുണ്ട്. എൻ്റെ മോക്ക് കൊടുക്കട്ടെ ഞാൻ മോട് പറഞ്ഞേ നമ്മൾ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒപ്പരം മാമാൻ്റെ ഒപ്പരം നോമ്പ് കുറിക്കാനിരിക്കുന്നു പറഞ്ഞിട്ടാണ് ഇപ്പം ഇരിക്കുന്നുണ്ട്. ഇത് വെള്ളത്തിൻ്റെ പണ്ടത്തിലാക്കിയതാണ്. മോന് വേണമെന്ന് പറഞ്ഞിട്ട് അതാക്കി ഇത് തേങ്ങ പണ്ടത്തിൽ നോക്കട്ടെ. എല്ലാവരും ഇത് ട്രൈ ചെയ്തു കേട്ടോ. അടിപൊളിയാണ്. പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണണം. നമ്മളെ ക്യാരറ്റ് ജ്യൂസ് ഞാൻ കുടിച്ച് നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ. ഐസ് പിന്നെ എങ്ങനെയുണ്ട്? അടിപൊളിയാ. ജ്യൂസ് എങ്ങനെയുണ്ട്? കുടിച്ച് നോക്കിയേ. സൂപ്പറാ. നിങ്ങളും പറയണേ സൂപ്പറിനാന്ന് പറഞ്ഞത്. പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണുന്ന മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരെ. അസ്സലാമു അലൈക്കും.